അയൽവാസിയും കൂടിയായ ഡോക്ടർ ജോർജ് ലിയോൺ സാർ നമ്മളൊപ്പം ചേരുകയാണ്. സാറേ, ജോസിച്ചിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഒരുപാട് വർഷത്തെ പരിചയവും ബന്ധവും നിങ്ങൾ തമ്മിലുണ്ട്, ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. 95 മുമ്പ് മുതൽ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ജോസിനെ പരിചയമുണ്ട്. അന്നു മുതൽ വളരെ തീക്ഷ്ണമതിയാണ്. ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ജോസിക്ക് ആയിരുന്നാവാണ്. ഇതുപോലെ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികൾ വളരെ അപൂർവമാണ്. അന്നു മുതലേ ആൾ ആക്റ്റീവായിരുന്നു. ജീസസ് യൂത്തിലും ഒക്കെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഞങ്ങൾ ഒരു കാലം ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മ ICUവിൽ കിടക്കുന്ന സമയത്തൊക്കെ ജോയ്സി അവിടെ നിന്ന് അമലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമല ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അമ്മ മരിക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ വളരെ ശുശ്രൂഷ, ഈ നഴ്സിംഗ് ജോലിയിലാണെങ്കിലും തന്നെ കണ്ടുമുട്ടുന്ന രോഗികളോടൊക്കെ ഈശോയെ കൊടുക്കാനായിട്ടുള്ള ഒരു വല്ലാത്ത തീഷ്ണത ജോയ്സിയിൽ ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ് നഴ്സിംഗ് മിനിസ്ട്രി കഴിഞ്ഞ് പ്രോ ലൈഫ് മിനിസ്ട്രിയിൽ ഞങ്ങൾ ഒരുപാട് സമയത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനിട വന്നിട്ടുണ്ട്. പ്രോ ലൈഫ് നഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ഒരാൾ ഈശോയിലേക്ക് കൊണ്ടുവരാൻ, ഈശോയെ പറഞ്ഞു കൊടുക്കാൻ, ഈശോയുടെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശരിക്കും ആ സുവിശേഷ ചൈതന്യം എന്ന് പറയില്ല നമ്മൾ, അത് ഭയങ്കരമായിട്ട് ജോയ്സിയിൽ കാണാറുണ്ട്. ഞങ്ങളിടയ്ക്കൊക്കെ ഇവിടെ രോഗം വന്ന സമയത്തൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു രോഗാവസ്ഥയുടെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും കുർബാന മുടക്കില്ല. ഞങ്ങൾ ചില സമയത്ത് പുതുക്കാട്, ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അവിടെ രാവിലെ കുർബാന മിസ് ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ പോകും. അവിടെയൊക്കെ ചിലപ്പോൾ ജോയ്സി വരും. ഇന്ന് രാവിലെ കീമോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ രോഗത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ വല്ലാതെ അലട്ടുമ്പോഴും കുർബാന മുടക്കില്ല. കുർബാനയായിരുന്നു ജോയ്സിയുടെ ഒരു ഔഷധം. നമ്മൾ പറയുന്ന പോലെ ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവിടും എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ, മരിക്കുന്ന നിമിഷം വരെ ജോയ്സിനെ ശക്തിപ്പെടുത്തിയത് വിശുദ്ധ കുർബാനയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ ഞാനും വൈഫും കൂടെ വന്ന് സംസാരിച്ചപ്പോഴൊക്കെ അവിടെ ഈശോ കുർബാന പോകാനായിട്ടൊരു അവസരം ഒരുക്കി തന്നു. ഒരു ദിവസം പോലും കുർബാന മുടക്കാതിരിക്കാനുള്ള സൗകര്യം ഫ്ലാറ്റൊക്കെ അതിനനുസരിച്ച് ക്രമീകരിച്ച് തന്നു എന്നൊക്കെ ജോയ്സി ഇങ്ങനെ സന്തോഷത്തോടെ പറയുമായിരുന്നു. പിന്നെ ജോയ്സിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാൻ തോന്നുന്നത്, മക്കളെയൊക്കെ വിശുദ്ധിയിൽ വളർത്താൻ, മക്കളൊരാൾ പോലും വഴിതെറ്റി പോരുത്. മക്കൾ വിശുദ്ധിയിൽ എന്നും ഈശോയുടെ കൂടെ ഉണ്ടാവണം. കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ല ഈ ലോകത്തിൻ്റെ ഇതിലൊന്നും മക്കൾ പെട്ടുപോകരുന്ന വലിയ ഉത്കണ്ഠയുള്ളൊരു അമ്മയായിരുന്നു ജോയ്സി. അതുപോലെ തന്നെ ജോയ്സിയുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ഈ പ്രോ ലൈഫർ ആയതുകൊണ്ടും പിന്നെ ഈ പ്രഗ്നൻസി 5 പ്രഗ്നൻസിയാണ്. 5 സിസേറിയനിലൂടെ ഉണ്ടായ മക്കളാണ്. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളോടുള്ള ജീവനോടുള്ള ആ ഒരു സ്നേഹമാണ് അതിൽ നമ്മൾ കാണുന്നത്. നല്ല ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ കടന്നു പോയപ്പോഴും ഈ ജീവനോടുള്ള ഒരു തുറവി ജോയ്സിയുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സാക്ഷ്യം പോലെ, വെറുതെ പറയൽ മാത്രമല്ല, പ്രോ ലൈഫ് നന്നായിട്ട് മറ്റുള്ളവരോട് പറയും, ജീവൻ്റെ വിലയെക്കുറിച്ച് പറയും, അതോടൊപ്പം തന്നെ ജീവിതത്തിലും അത് നന്നായിട്ട് ഇത് ചെയ്തു. പിന്നെ ജോയ്സി പറഞ്ഞൊരു കാര്യം ഞങ്ങളെയൊക്കെ വളരെ സ്വാധീനിച്ചൊരു കാര്യം, പ്രഗ്നൻ്റായി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങും. അപ്പോൾ ജോയ്സി പറയാണ്, വെളിപാടൊക്കെ ആകുമ്പോഴേക്കും പ്രസവത്തിന് ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൂം കാറ്റ് നമ്മൾ പറയാറുണ്ട്, കാറ്റിഗസം ഇൻ ദ വൂം, ഉദരത്തിൽ വെച്ച് തന്നെ കാറ്റിഗസം ആരംഭിക്കണം. ശരിക്കും ആ പിള്ളേർ, ഇപ്പോൾ മൂത്ത ജൂലിയനെയും ജോവാനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം, അവരൊക്കെ എന്നും വചനമെഴുത്ത് മത്സരത്തിൽ ഇവിടെ ഫസ്റ്റാണ്. വചനം പറയുന്ന കാര്യം, വചനം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ മൂത്ത മകൾ ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിക്കണം. അവിടുത്തെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവൾ ചെയ്തത് അവിടെ പിള്ളേരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ അടുത്തുള്ള ഒരു കോൺവെൻറ്റ് കേന്ദ്രീകരിച്ചൊരു ജീസസ് യൂത്ത് പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. അപ്പോൾ അവരിലേക്കും ആ ഒരു സുവിശേഷ ചൈതന്യം പങ്കുവയ്ക്കാനായിട്ട് ജോയ്സിക്ക് പറ്റി എന്നുള്ളതാണ്. അവരൊരുമിച്ച് ഫാമിലിയായിട്ട് ഒരുമിച്ചുള്ള പ്രോഗ്രാമുകൾ, ഈ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സുവിശേഷം പങ്കുവയ്ക്കുന്ന വീഡിയോസ്. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ പല സ്റ്റേജസിലും എനിക്ക് തോന്നുന്നു അവസാനം കിടപ്പിലാവുന്നത് വരെയും ജോയ്സി ഇങ്ങനെ ക്ലാസ്സുകളും സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് ചെറിയ ചെറിയ സെഷൻസിലൂടെയൊക്കെ, ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, അവിടുത്തെ ഗ്രൂപ്പിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരണം വരെ പോലീസ്ലിഹ പറഞ്ഞ പോലെ ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ജീവൻ്റെ കിരീടം കർത്താവ് എനിക്കായിട്ട് കാത്തുവെച്ചു എന്ന് പറഞ്ഞ പോലെ ജോസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും സംശയമില്ല, ഈശോയുടെ അടുത്ത് തന്നെയായിരിക്കും. ആ ലോകത്തിൽ ലോകത്തിൽ ജീവിച്ച സമയത്തൊക്കെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുർബാനയിൽ ആശ്രയിച്ച് ഈ രോഗാവസ്ഥകളുടെ ഒരു 4-5 വർഷമായിട്ട് നല്ല ബുദ്ധിമുട്ടുകളിലൂടെ ജോയ്സിയും കുടുംബമൊക്കെ കടന്നുപോയിരുന്നു.
അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ കാര്യം പറയാനുള്ളത്, ജോയ്സിയുടെ ഹസ്ബൻഡ് ജെയ്സൺ ആണെങ്കിലും അത് വളരെ പ്രത്യേകം പറയണം, ഒരു സൈലൻ്റായിട്ട് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒരു കുറവ് വരുത്താതെ എല്ലാ കാര്യങ്ങളും ജെയ്സനെ സമ്മതിക്കണം. രോഗാവസ്ഥയുടെ ഓരോ പല പല സങ്കടാവസ്ഥകളിലൂടെ കടന്നു പോയത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ ജെയ്സൺ വളരെ സ്നേഹത്തോടെ ജോയ്സിനെ ശുശ്രൂഷിച്ചതും ഒക്കെ പ്രത്യേക ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ തന്നെ ശരിക്കും ഒരുക്കപ്പെട്ട മക്കളാണ്, എല്ലാവരും ഈശോയിലേക്ക് നോക്കി വളർന്ന മക്കളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എനിക്ക് പറയാനുള്ള ജോയ്സിയുടെ ജീവിതം ഒരു പ്രത്യാശയുടെ ഒരു സുവിശേഷമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വേദനകളുടെ നടുവിലും ഈശോയെ പ്രഘോഷിക്കാൻ പറ്റുക, അതിന് ഈ ഈശോയുടെ ആ സഹനത്തിൽ തൻ്റെ സഹനം ചേർത്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ പറയായിരുന്നു, ഈശോയുടെ കുരിശിൻ്റെ ഒരു ഭാഗത്ത് ഞാനും കിടക്കുന്നതായിട്ട് ഞാനിങ്ങനെ കാണുമായിരുന്നു. ഈശോയുടെ കുരിശിലെ ആ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ആ സഹനം നല്ല ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ ഈശോയുടെ ആ കുരിശിലെ സ്നേഹത്തെ ജോയ്സിക്ക് അതിനോട് വളരെയധികം ചെയ്യാനായിട്ട് തൻ്റെ സഹനത്തെ ചേർത്ത് വയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ജോയ്സ് സ്വീകരിച്ചൊരു ഒരു നിലപാട്. അതുകൊണ്ട് ഈ ലോകത്തിൽ സഹനത്തിൻ്റെ നടുവിലായിരിക്കുന്നവർക്കും വലിയൊരു പ്രചോദനമാണ് ജോയ്സിയുടെ ജീവിതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ബാജു ഈ അടുത്ത ദിവസങ്ങളിൽ ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയ സമയം ഇവർ വീഡിയോ കോളിലൂടെ കണ്ടുമുട്ടിയപ്പോൾ ബാജുവിൻ്റെ വൈഫ് പറയായിരുന്നു, രണ്ടുപേരും തലയിൽ മുടിയില്ല, പക്ഷെ രണ്ടുപേരും ഇങ്ങനെ സ്വപ്നം കണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ അവർ തമ്മിൽ അത് ഷെയർ ചെയ്യായിരുന്നു. രണ്ടുപേരും ആത്മീയമായിട്ട് നല്ല കൃപയിൽ വളർന്ന ആൾക്കാരാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വീഡിയോ കോളിൽ കണ്ടപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവരുടെ മുഖത്തെ പ്രകാശം ഭയങ്കര ഒരു വ്യത്യാസം. നമുക്ക് കാണുമ്പോൾ അവർ സ്വർഗത്തിൽ കണ്ടുമുട്ടതിന് മുമ്പ് ഇവിടെ വെച്ചുള്ള അവരുടെ ആ ഒരു ഈശോയിലുള്ള ആ ഒരു ബന്ധം അവർ ഒന്നും കൂടെ ഷെയർ ചെയ്തതൊക്കെ ബാജുവിൻ്റെ വൈഫ് മോളി പറഞ്ഞത് ഓർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിയത് ഇത്രയേ ഉള്ളൂ, എനിക്ക് കിട്ടിയ ഈ ജീവിതം ഏറ്റവും നന്നായിട്ട് ജീവിച്ചു തീർക്കാനായിട്ട് ജോയ്സി ശ്രമിച്ചു. അത് ഈശോയെ അറിഞ്ഞ നാൾ മുതൽ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളുടെ ഏക മകളാണ്, ഒരു മകളേ ഉള്ളൂ. അങ്ങനെ പഠനകാലം മുതൽ ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ ഈശോയോടുള്ള ആ ഒരു വിശ്വസ്തതയിൽ ജോയ്സി എന്നും ഉണ്ടായിരുന്നു. ഈശോയുടെ ഒരു തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു സാക്ഷിയായിരുന്നു ജോയ്സി എന്നും. അതുകൊണ്ട് ലോകത്തോട് നമുക്ക് ജോയ്സിയുടെ ജീവിതം ഞങ്ങൾക്കൊക്കെ തരുന്ന പ്രചോദനതാണ്. മരണം വരെ ഈശോയുടെ വിശ്വസ്തനായിരിക്കുക. ഈശോയുടെ ആ സുവിശേഷം സാധിക്കുന്നവരിലേക്കൊക്കെ ഇത് മരണം മുൻപിലാണെന്ന് അറിയുമ്പോഴും ഈശോയെ കൊടുക്കാനുള്ള ആ ഒരു തീക്ഷ്ണത മരണം വരെ ജോയ്സി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈശോയുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജോയ്സി ഇനി മുതലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കൊക്കെ വലിയ പ്രചോദനമാണ് ജോയ്സിയുടെ ജീവിതം. അതുകൊണ്ട് ഇനി അനേകം ആളുകളിലേക്ക് ജോയ്സിയുടെ ജീവിതം അല്ലെങ്കിൽ ജോയ്സിയുടെ മാധ്യസ്ഥം വഴിയായിട്ട് വിശുദ്ധ കുർബാനയുള്ളൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ട് ജീവിക്കേണ്ട കാലഘട്ടമാണ്. അപ്പം അത് ശരിക്കും ഒന്നുകൂടെ ജോയ്സിയുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈശോയുടെ അടുത്തായിരിക്കും ജോയ്സിയോട് മാധ്യസ്ഥം തേടി നമുക്കും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കാം. താങ്ക് യു.